ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ജരാസന്ധ യുദ്ധമാണ് പറഞ്ഞത്. ജരാസന്ധൻ 2 തവണ ഭഗവാനുമായി യുദ്ധം ചെയ്ത കഥ നമ്മൾ പറഞ്ഞു. ഇനി വീണ്ടും ജരാസന്ധൻ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ്. ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഭഗവത്ഗീതയുടെ ക്ലാസ് നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ ഭഗവത്ഗീതയുടെ ക്ലാസ് തുടങ്ങി നമ്മുടെ ചാനലിലുണ്ട്. അതെല്ലാവരും കേട്ടിട്ട് പഠിച്ചിട്ട് അഭിപ്രായം പറയണം. നമുക്ക് ഭാഗവതത്തിലെ കഥാഭാഗത്തിലേക്ക് കടക്കാം. വീണ്ടും ഒരു ജരാസന്ധ യുദ്ധം കൂടി നടക്കാൻ പോവുകയാണ്. തൻ്റെ സ്നേഹിതനായ ശൃഗാലനെ വധിച്ച വിവരമറിഞ്ഞ് ജരാസന്ധൻ പിന്നെയും പടകൂട്ടി യുദ്ധത്തിനായി മധുരാപുരിയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ നടന്ന പോരിലും പരാജയമാണ് മഗധരാജന് സിദ്ധിച്ചത്. എന്നിട്ടും അവൻ അടങ്ങിയില്ല. എങ്ങനെയും കൃഷ്ണനെ നിഗ്രഹിച്ച് മധുര വീണ്ടെടുക്കണമെന്നുള്ള തീക്ഷണമായ വൈരാഗ്യത്തോടുകൂടി ആ മന്നവൻ തുടരെ 17 തവണ മധുരയെ ആക്രമിച്ചു. ആ 17 തവണയും മഗധ രാജാവ് ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ 17 യുദ്ധങ്ങളിലും കൂടി ജരാസന്ധൻ്റെ 391 അക്ഷൗണിപ്പടകളാണ് നശിച്ചു പോയത്. ഇനി അക്രൂര ദൗത്യമാണ്. ഇനി വീണ്ടും അക്രൂരൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഭഗവാൻ എവിടേക്കാണ് അക്രൂരനെ വീണ്ടും പറഞ്ഞയക്കുന്നത്? അക്കാലത്ത് തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ കുന്തിദേവി ഭർത്താവായ പാണ്ഡു കാട്ടിൽ വെച്ച് മരിച്ചു പോയതിനാൽ 5 മക്കളോടും കൂടി നിസ്സഹായയായി ഹസ്തിനപുരിയിൽ വന്ന് താമസിക്കുന്നുണ്ടെന്ന് കൃഷ്ണൻ അറിയുന്നു. ഒരു ദിവസം ബലരാമനോടും ഉദ്ധവരോടും കൂടി ഭഗവാൻ അക്രൂരനെ ചെന്നു കണ്ട് അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ചു വരാനായി ഹസ്തിനപുരിയിലേക്ക് അക്രൂരനെ പറഞ്ഞയച്ചു. അക്രൂരൻ പെട്ടെന്ന് തന്നെ രഥത്തിൽ കയറി ഹസ്തിനപുര രാജധാനിയിൽ എത്തിച്ചേരുന്നു. അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയും രാജ്ഞിയുമായ ഗാന്ധാരിയെയും പിതാമഹനായ ഭീഷ്മരെയും ഇളയച്ഛൻ്റെ സ്ഥാനമുള്ള വിതുരരെയും ആചാര്യനായ കൃപരെയും യുവരാജാവായ ദുര്യോധനനെയും കൂട്ടുകാരനായ കർണനെയും കണ്ട് കുന്തിയുടെയും മക്കളുടെയും കുശലങ്ങൾ അന്വേഷിച്ചു. അന്ന് യുവരാജാവായിരുന്ന ദുര്യോധനന് ഏതാണ്ട് 16 വയസ്സായിരുന്നു പ്രായം. അവരെ എല്ലാവരെയും അക്രൂരൻ സന്ദർശിച്ച് കുശലപ്രശ്നങ്ങൾ ചെയ്തു. അവരിൽ നിന്നും ലഭിച്ച മറുപടി അക്രൂരന് അത്ര സന്തോഷകരമായി തോന്നിയില്ല. തന്മൂലം അദ്ദേഹം ദുഃഖാർത്തയായി കഴിഞ്ഞുകൂടുന്ന കുന്തിദേവിയെ ചെന്നു കണ്ടു. അക്രൂരന് വസുദേവരുടെ ഒരു ഇളയ സഹോദരൻ്റെ സ്ഥാനമുണ്ടായിരുന്നത് കൊണ്ട് കുന്തിക്കും അദ്ദേഹം സഹോദര തുല്യനായിരുന്നു. അക്രൂരനെ ആദരിച്ചിരുത്തിയതിനു ശേഷം കുന്തി കുശലങ്ങളെല്ലാം അന്വേഷിച്ചു. അച്ഛനും സഹോദരന്മാർക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ സുഖം തന്നെയല്ലേ? മനോദുഃഖത്തോടുകൂടി കഴിയുന്ന എന്നെ നിങ്ങളെല്ലാവരും മറന്നു എന്നു ഞാൻ വിശ്വസിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളെ ആരെയും മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി. ഞങ്ങളിവിടെ വളരെ ദുഃഖത്തിൽ കഴിയുകയാണ്. രാജാവായ ധൃതരാഷ്ട്രർക്ക് ഞങ്ങളിൽ അല്പം കരുണയുണ്ടെങ്കിലും പുത്രരായ ദുര്യോധനനും മറ്റുള്ളവർക്കും ഞങ്ങളിൽ തെല്ലും സ്നേഹമില്ല. പിതാമഹനായ ഭീഷ്മരുടെ സഹായം മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ഉള്ളൂ. അദ്ദേഹത്തിന് രാജാധികാരമില്ലാത്തതിനാൽ കാര്യമായൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അതിരിക്കട്ടെ, ജ്യേഷ്ഠൻ്റെ ഇളയ മകൻ കൃഷ്ണൻ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? എൻ്റെ അർജുനനേക്കാൾ
6 മാസത്തേക്ക് അവൻ മൂത്തതാണ്. അവൻ്റെ അത്ഭുത മഹാത്മ്യങ്ങളെക്കുറിച്ച് പലരും വാഴ്ത്തി പറയുന്നത് കേൾക്കാറുണ്ട്. ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള മോഹം എനിക്ക് വളരെയധികമുണ്ട്. എല്ലാം എങ്ങനെ സാധിക്കാനാണ്? ഇങ്ങനെ കുന്തിദേവി വിഷമിച്ചു പറഞ്ഞു. അക്രൂരൻ അപ്പോൾ കുന്തിദേവിയെ സമാധാനപ്പെടുത്തി. സഹോദരി, ഒട്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുവാൻ ആ കൃഷ്ണനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മർത്യവേഷം പൂണ്ട സാക്ഷാൽ ജഗദീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം മംഗളമായി അവസാനിക്കും. കംസനെ വധിച്ചതുകൊണ്ട് അവൻ്റെ ശശ്വരനായ ജരാസന്ധൻ എന്നും കൃഷ്ണനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തത്. എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ അദ്ദേഹം വന്ന് നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കും. ദുഷ്ടരായ ദുര്യോധനനും കൂട്ടാളികൾക്കും അദ്ദേഹം കാലൻ തന്നെയാണ്. ജ്യേഷ്ഠത്തി ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക, അദ്ദേഹം നിങ്ങളെ രക്ഷിച്ചിരിക്കും. ഇപ്രകാരം കുന്തിയെ സമാധാനപ്പെടുത്തിയതിനു ശേഷം അക്രൂരൻ വീണ്ടും ധൃതരാഷ്ട്രരെ ചെന്നു കണ്ട് കുന്തിയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞയച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി അദ്ദേഹത്തെ ധരിപ്പിച്ചു. മധുരാപുരിയിലെത്തി ഹസ്തിനപുരിയിൽ നിന്നും അറിഞ്ഞ സർവ്വ വിവരങ്ങളും ദേവകി വസുദേവന്മാരെയും ശൂരസേനനെയും രാമകൃഷ്ണന്മാരെയും മറ്റു ബന്ധുജനങ്ങളെയും അക്രൂരൻ അറിയിച്ചു. ജരാസന്ധൻ 18ാമത്തെ തവണയും യുദ്ധത്തിനായി വന്നു. വലിയ സൈന്യ സമൂഹത്തോടു കൂടിയാണ് ഇത്തവണ എത്തിയത്. ഒന്നുകിൽ മധുര പിടിച്ചടക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ജരാസന്ധന്റെ തീരുമാനം. മധുരയുടെ അവകാശികൾ കംസന്റെ പുത്രന്മാരാണ്. അവർക്കത് കിട്ടിയേ തീരൂ. ഇത് മഗധന്റെ നിശ്ചയമായിരുന്നു. യവനാധിപനായ ഒരു ദുഷ്ട മ്ലേച്ഛരാജൻ ജരാസന്ധനുമായി യുദ്ധം ചെയ്യാനുള്ള അവസരം പാർത്തിരിക്കുന്ന കാലമായിരുന്നു അത്. മഗധന്റെ ഏറ്റവും വലിയ ഒരു ശത്രുവായിരുന്നു ആ യവനൻ. നാരദമുനി ഈ വിവരമറിഞ്ഞ് ഒരു ദിവസം യവന രാജധാനിയിൽ ചെന്ന് യവനനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ മഹാബാഹോ, ഞാൻ നാരദമുനിയാണ്. അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള മഹാപുരുഷനായ അങ്ങയെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ. മഗധ രാജാവായ ജരാസന്ധൻ അങ്ങയുടെ ശത്രുവാണെന്ന് ഞാൻ അറിഞ്ഞു. അവനുമായി യുദ്ധം ചെയ്യുവാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുകയാണെന്നും ഞാൻ അറിഞ്ഞു. ലോകചേതാവാണെന്ന് അഹങ്കരിച്ചു നടക്കുന്ന അവനെ സംഹരിക്കുവാൻ ഈ ലോകത്തിൽ അങ്ങയെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. പ്രധാനമായും ഒരു കാര്യം കൂടി അങ്ങയെ ധരിപ്പിക്കണമെന്ന് കരുതിയാണ് ഇപ്പോൾ ഞാനിവിടെ വന്നത്. ഇപ്പോൾ ഒരു നല്ല അവസരം വന്നിട്ടുണ്ട്. ജരാസന്ധനുമായി യുദ്ധം ചെയ്യാൻ അങ്ങ് മഗധയിലേക്ക് പോകണമെന്നില്ല. അവൻ മധുരാപുരി ആക്രമിക്കുവാനായി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ എതിരാളി ആരാണെന്നറിയാമോ? അങ്ങ് ചിരിക്കരുത്. കഷ്ടിച്ച് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ചെറുക്കൻ. കൃഷ്ണനെന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. അവൻ വിഷ്ണുവാണ് പോലും. വിഡ്ഢിത്തം പറഞ്ഞ് അവനും ഞെളിയുകയാണ് കേട്ടോ. മഹാപ്രഭോ, ജരാസന്ധൻ പ്രായം കൂടിയ ഒരു മഹാവിഡ്ഢിയാണ്. കൃഷ്ണൻ പ്രായം കുറഞ്ഞ ഒരു പമ്പര വെട്ടി. അത്രയുള്ളൂ അവർ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അങ്ങ് പടയുമായി ഇപ്പോൾ മധുരാപുരിയിൽ ചെന്നാൽ ആ മഗധ രാജാവായ ജരാസന്ധനെയും കൃഷ്ണനെയും ഒപ്പം തോൽപ്പിച്ച് മഗധവും മധുരയും ഒന്നിച്ച് കൈവശപ്പെടുത്താം. ഒരമ്പിന് 2 പക്ഷികൾ. നാരായണ നാരായണ. ഈ വിധം നാരദൻ ആ യവന രാജാവിനെ അറിയിച്ചു. നാരദന്റെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ട് യവനനായകൻ അതങ്ങ് വിശ്വസിക്കുകയാണ്. കൃഷ്ണൻ വിഷ്ണുവാണെങ്കിൽ അവൻ്റെ വിഷ്ണുപ്രഭാവം ഇപ്പോൾ തന്നെ അടക്കണം. വഞ്ചകനായ ആ കപടനാമധാരിയെ ഇന്നോടെ അവസാനിപ്പിക്കണം. അപ്പോഴത്തേക്ക് മഗധനും വന്നു ചേരും. അവിടെ വെച്ച് അവനെയും കൊല്ലാം.
ഈ ഭൂമുഖത്തു നിന്ന് ഇവരെ രണ്ടുപേരെയും തുടച്ചു മാറ്റണം. അങ്ങനെ യവനാധിപത്യം അവിടെ പുലർത്തണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് യവനൻ തൻ്റെ 5 ലക്ഷം പടയുമായി നേരെ മധുരാപുരിയിലേക്ക് തിരിച്ചു. ഈ വിവരം കൃഷ്ണൻ അറിഞ്ഞു. അദ്ദേഹം ആലോചിച്ചു, യവനൻ തൻ്റെ വമ്പിച്ച പടയുമായി ഉടൻ തന്നെ ഇവിടെ എത്തും. 2 ദിവസം കഴിയുമ്പോൾ മഗധനും വന്നു ചേരും. പിന്നെയുണ്ടാകുന്ന കലാപം അതിദാരുണവും ഭീകരവുമായിരിക്കും. യാതൊരു ആയുധത്താലും യവനനെ കൊല്ലാൻ സാധിക്കുകയില്ല. അങ്ങനെയൊരു വരം അവനുണ്ട്. ജരാസന്ധൻ യുദ്ധത്തിന് വരുന്നതിൽ കുറച്ച് ന്യായമുണ്ട്. അവൻ്റെ പുത്രികളുടെ ഭർത്താവാണ് കംസൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ രാജ്യത്തിന് അവകാശികൾ ആ പുത്രന്മാരാണ്. അവർക്കത് നൽകാതെ മറ്റുള്ള യാദവന്മാർ വന്ന് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ന്യായവുമല്ല, ധർമ്മവുമല്ല. അതിനുവേണ്ടി മഗധൻ യുദ്ധം ചെയ്യുന്നതിൽ തെറ്റു പറയാനില്ല. ധർമ്മം നിലനിർത്താൻ പിറന്ന ഞാൻ അധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതാണ്. ആയതിനാൽ ഇനി യുദ്ധമൊന്നും ആവശ്യമില്ല. ജരാസന്ധൻ രാജ്യം കംസപുത്രന്മാർക്കായി വീതിച്ചു കൊടുത്തുകൊള്ളട്ടെ. എൻ്റെ മാതുലപുത്രന്മാരാണ് അവർ, അതും ഞാൻ ഓർക്കണം. എന്നാൽ യമനൻ നശിക്കുകയും വേണം. പശ്ചിമ സമുദ്രത്തിൽ ഒരു പുതിയ ദ്വീപുണ്ടാക്കി അതൊരു മനോഹരപുരമാക്കി ചമച്ച് യാദവന്മാരെ മുഴുവനും മധുരാപുരിയിൽ നിന്നും ആരും അറിയാതെ ആ നഗരത്തിലേക്ക് മാറ്റണം. ജരാസന്ധൻ ഇവിടെ വന്നു നോക്കുമ്പോൾ ഉഗ്രസേന പക്ഷക്കാരായ ഒരു യാദവനെ പോലും ഇവിടെ കാണരുത്. അവനെ പേടിച്ച് എല്ലാവരും ഒളിച്ചോടി എവിടെയോ പാത്തിരിക്കുകയാണെന്ന് അവൻ പറയുമായിരിക്കാം. അവൻ ഡംബു പറഞ്ഞുകൊള്ളട്ടെ, നമ്മളത് കാര്യമാക്കണ്ട. പ്രവർഷണത്തിൻ്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് പശ്ചിമ സമുദ്രത്തിൽ ഒരു സ്ഥാനം ഭഗവാൻ നേരത്തെ തന്നെ മനസ്സിൽ കണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അങ്ങനെയാണ് ദ്വാരക ഉണ്ടാകുന്നത്. പശ്ചിമസാഗരത്തിൽ കുശസ്ഥലി എന്നൊരു ദ്വീപും അതിലേക്ക് വൻകരയിൽ നിന്നും കടക്കുവാനായി 1 യോജന ദൈർഘ്യമുള്ള ഒരു സേതുവും ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ആ ദ്വീപ് ഒരു മനോഹര നഗരിയായി രൂപം പ്രാപിച്ചു. അതിൻ്റെ അധിപനായിരുന്ന ആനർത്തമന്നവനും വരുണനും തമ്മിൽ ഒരു കലഹമുണ്ടായി. തൽഫലമായി വരുണൻ ആ നഗരം മുഴുവനും സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. അത് ഉയർത്തി അവിടെ ഒരു പുതിയ നഗരം സൃഷ്ടിക്കുവാനാണ് ഭഗവാൻ മനസ്സിലുറച്ചത്. ശത്രുക്കൾ ആരെങ്കിലും ആ സേതുവിൽ ചവിട്ടിയാൽ അതുടനെ വെള്ളത്തിൽ താഴ്ന്നു പോകും. അങ്ങനെ ഒരു ശാപദോഷവും ആ പാലത്തിനുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പുരം സ്ഥാപിച്ചാൽ ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകുന്നതല്ല. ഈ വിധം ആലോചിച്ച് ഇന്ദിരാവല്ലഭൻ തൻ്റെ ഇംഗിതം ജ്യേഷ്ഠനെ ധരിപ്പിക്കുന്നു. അത് കേട്ടപ്പോൾ ബലരാമനും വളരെയധികം സന്തോഷിച്ചു. തൽക്ഷണം തന്നെ 2 പേരും കൂടി അവിടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ഭഗവാൻ വരുണനെ മനസ്സിൽ ധ്യാനിച്ചു. ഉടൻ തന്നെ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തൻ്റെ ആഗ്രഹം വരുണനെ ധരിപ്പിച്ച മാത്രയിൽ അദ്ദേഹം ആ ദ്വീപിനെയും സേതുവിനെയും മൂടിക്കിടന്ന വെള്ളം പിൻവലിച്ച് കരയാക്കി തീർത്തു കൊടുത്തു. കൃഷ്ണൻ രാമനും ഒരുമിച്ച് ആ പാലത്തിൽ കൂടി നടന്നു ദ്വീപിൽ പ്രവേശിച്ചു. ദേവശില്പിയായ വിശ്വകർമാവിനെ മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ വിശ്വകർമാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും തൊഴുതു വന്ദിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു. വിശ്വൈകനാഥനായ ഭഗവാൻ ശ്രീ വാസുദേവൻ വിശ്വകർമാവിനെ തൻ്റെ ആഗ്രഹം ധരിപ്പിക്കുന്നു. ഉടനെ തന്നെ ഒരു നല്ല മംഗള മുഹൂർത്തം നോക്കി ദേവശില്പി നഗരത്തിൻ്റെ നിർമ്മാണ ജോലി ആരംഭിക്കുന്നു. 10 യോജന നീളവും 10 യോജന വീതിയും ഒത്തിണങ്ങി സമചതുരാകൃതിയിലുള്ള ആ മനോഹര മരതക ദ്വീപിനു ചുറ്റും ഉയർന്ന കരിങ്കൽ കോട്ടയും
അതിനുള്ളിൽ 4 സ്വർണ്ണ ഗോപുരങ്ങളോടു കൂടിയ 7 ഉപദുർഗങ്ങളും, അങ്ങനെ 28 കമനീയ കാഞ്ചന ഗോപുരങ്ങളും, ആ ഗോപുരങ്ങളുടെ മുകളിൽ നവരത്ന നഖചിതങ്ങളായ രമണീയ മണിമകുടങ്ങളും, ശില്പവൈചിത്ര്യം തികഞ്ഞ അനവധി മണിഹർമ്മ്യങ്ങളും, അതിമനോഹരങ്ങളായ മറ്റു ഗൃഹങ്ങളും, രത്നവിരാജിതങ്ങളായ രമണീയ രാജമന്ദിരങ്ങളും, ഇന്ദ്രനീലക്കല്ലുകളാൽ പടുത്തുയർത്തപ്പെട്ട ഉന്നത രമ്യസൗധങ്ങളും, തങ്കത്തകിടുകൾ പാകിയ അങ്കണങ്ങളും, വിചിത്ര വിശാല നൃത്തശാലകളും, കേളീഗൃഹങ്ങളും, സ്നാനഘട്ടങ്ങളും, വിസ്താരമേറിയ ഭോജനശാലകളും, മന്ത്രിമന്ദിരങ്ങളും, വീഥികളും, രാജപാതകളും, ആനപ്പന്തികൾ, കുതിരപ്പന്തികൾ, രഥശാലകൾ, ബ്രാഹ്മണാലയങ്ങൾ, അങ്ങനെ സകലതും നിർമ്മിക്കുകയാണ്. ഭഗവാൻ ഇരിക്കാനുള്ള 7 നില മതിമോഹന സുവർണ മണിമാളികയും, ആസ്ഥാന മണ്ഡപവും, കാര്യവിചാര മണ്ഡപശാലയും, രമണീയമായ സഭാതലവും, അന്തഃപുര മണിമന്ദിരങ്ങളും, അങ്ങനെ എന്തൊക്കെ നിർമ്മിക്കാമോ അതെല്ലാം തന്നെ അവിടെ നിർമ്മിക്കുകയാണ്. പരമാത്മാവിനെ ദർശിക്കുവാനുള്ള ദ്വാരം എന്ന അർത്ഥം ധ്വനിക്കുമാറ് ദ്വാരക എന്ന് ആ നഗരിക്ക് നാമവും നൽകി. സർവത്ര കാഞ്ചനമയമായ ആ പുരം അങ്ങനെ ചമച്ചതിനു ശേഷം ദേവശില്പി ദേവദേവന്റെ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അന്തർധാനം ചെയ്തു. അനന്തരം കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് മധുരയിൽ വന്ന് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ഉൾപ്പെടെ സർവയാദവന്മാരെയും ചതുരംഗ സേനാ സമൂഹത്തെയും സ്വർണരത്നാദികൾ അടങ്ങിയ ഭണ്ഡാരങ്ങളെയും ആരുമറിയാതെ ഗൂഢമായി രാത്രിക്കു രാത്രി ദ്വാരകയിലേക്ക് രഥത്തിൽ കയറ്റി അയച്ചു. പുറകെ കൃഷ്ണനും അവിടെ എത്തി. തങ്ങൾക്കിഷ്ടമുള്ള ഗൃഹങ്ങൾ തിരഞ്ഞെടുത്തു താമസിച്ചു കൊള്ളുവാൻ അദ്ദേഹം അവർക്ക് അനുവാദവും കൊടുത്തു. ഓരോരുത്തരും അവരവരുടെ സ്ഥാനമനുസരിച്ചുള്ള മന്ദിരങ്ങൾ തിരഞ്ഞെടുത്ത് താമസം ഉറപ്പിച്ചു. മധുരയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തങ്ങൾക്കുള്ള വസ്ത്രധനാദി സമ്പത്തുകൾ സർവവും അവർ കൊണ്ടുപോന്നു. ബ്രാഹ്മണാലയങ്ങളിൽ അന്തണരും ക്ഷത്രിയ മന്ദിരങ്ങളിൽ യാദവ ക്ഷത്രിയരും സന്തുഷ്ടരായി പ്രവേശിച്ചു. ഹരിപുരം കണ്ട് ഭക്തിപൂർവം ദേവേന്ദ്രൻ എന്നാൽ മറ്റുള്ളവർക്ക് അദൃശ്യനായി പ്രത്യക്ഷപ്പെട്ട് സുധർമ്മ എന്ന ദേവസഭാതലം ദേവകീ നന്ദനന് പാരിതോഷികമായി നൽകി. സുധർമ്മയിൽ വാഴുന്നവർക്ക് മരണഭീതിയുണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വരുണൻ വായുവേഗതയിലുള്ള 1000 വെള്ളക്കുതിരകളെയും ദിക്പാലകനും ഭക്തനുമായ വൈശ്രവണൻ 8 ഭാരം നിധിയും പാരിതോഷികമായി പരമപുരുഷന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. അങ്ങനെ എല്ലാ ദിക്പാലകന്മാരും ഓരോരോ വിശിഷ്ട സാധനങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചു. എല്ലാം സ്വീകരിച്ച് എല്ലാവരെയും വേണ്ടവണ്ണം അനുഗ്രഹിച്ചയച്ചതിനു ശേഷം ഭഗവാൻ ഒന്നും അറിയാത്ത മട്ടിൽ മധുരാപുരിയിൽ മടങ്ങി വന്നു. അപ്പോഴേക്ക് യവനനും അവൻ്റെ 5 ലക്ഷം പടയുമായി അവിടെ എത്തിയിരുന്നു. ഹരേ കൃഷ്ണ. ഇനി വളരെ മനോഹരമായ ഭാഗങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാവരും ആ ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് താമസം മാറ്റിയത് എന്നുള്ള ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, പ്രചരിപ്പിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതും ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.